ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ്. ബില്ലിൽ പ്രതിപക്ഷം കടുത്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ ഇന്ന് ഭരണഘടനയിന്മേലുള്ള ചർച്ചകൾ തുടരും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി എത്തുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഏറെ നിർണായകമായ ഒരു ബില്ലാണ് ഇന്ന് ലോക്സഭയിൽ എത്തുന്നത്. BJPയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്ന്. അതുമായി ബന്ധപ്പെട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കുകയും സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ബില്ല് ഇന്ന് ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ അവതരിപ്പിക്കുകയാണ്. ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം കടുത്ത എതിർപ്പ് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ബില്ലിലെ വ്യവസ്ഥകളിൽ ഒന്ന് എന്നുള്ളത് ഈ ഒന്നിച്ച് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനായി കാലാവധി പൂർത്തിയാകും മുമ്പ് തന്നെ ചില നിയമസഭകൾ പിരിച്ചുവിടാനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ശക്തമായി എതിർക്കും എന്ന് കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, ഇടതു പാർട്ടികൾ എന്നിവർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ നൽകിയ മറുപടിയിലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചിരുന്നു. എങ്കിലും ബില്ലുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. 2 ബില്ലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്ന് ഭരണഘടനയുടെ 129ാം ഭേദഗതിയാണ്. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാക്കുന്നതിന് വേണ്ടിയാണ് ആ ബില്ല് എന്നുള്ളത്. ഒപ്പം തന്നെ നിയമസഭകൾ നിലവിലുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഡൽഹി അടക്കമുള്ള 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒന്നിച്ചാക്കുന്നതിന് വേണ്ടിയാണ് രണ്ടാമത്തെ ബില്ല്. ഈ ആദ്യ ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കണമെങ്കിൽ സർക്കാരിന് 3/2 ഭൂരിപക്ഷം ആവശ്യമായി വരും. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം സർക്കാരിന് ഇല്ലാത്ത സാഹചര്യമുള്ളതിനാൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമവായത്തിന് തയ്യാറാണ് എന്നും ബില്ലിൽ പ്രതിപക്ഷം എതിർപ്പുന്നയിക്കുകയാണെങ്കിൽ പ്രതിപക്ഷവുമായി സമവായത്തിലെത്തുന്നതിനായി അത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാം എന്നുമുള്ള ഒരു തീരുമാനം സർക്കാരിന് ഉണ്ട്. ഇന്ന് അവതരിപ്പിച്ചാൽ കടുത്ത എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരും എന്ന് ഉറപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ JPCക്ക് വിടുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു തീരുമാനം എന്നുള്ളത്. എന്നാൽ കടുത്ത ശക്തമായി എതിർക്കാൻ ഉന്നം വെച്ച് തന്നെയാണ് പ്രതിപക്ഷവും എത്തുന്നത്. BJP അംഗങ്ങൾക്ക് ഇന്നലെ രാത്രി തന്നെ വിപ്പ് BJP നൽകിയിട്ടുണ്ട്. എല്ലാവരും സഭയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾക്കും ഇന്ന് രാവിലെ കോൺഗ്രസ് വിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിക്കുമെന്ന ഉറപ്പാണ് SK. ഓക്കെ, ബൽറാം, ഷിനിൽ വർഗീസ് ഡൽഹി താമസിക്കുന്ന ആളാണ് പറയുന്നത്. ഗുഡ് മോർണിംഗ് SK. ഡൽഹിയിൽ അതിശക്തമായ തണുപ്പാണ്. ബൽറാം കണ്ടല്ലേ വിറയ്ക്കുന്നത്? വിറയലുണ്ടോ? വിറ ബൽറാമേ, തണുപ്പ് എങ്ങനെയുണ്ട് ഡൽഹിയിൽ? അതിനെക്കുറിച്ചാണ് ഈ ഷിനിൽ വർഗീസ് പറയുന്നത്. ബൽറാം വിറച്ച് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. SK, ശക്തമായ തണുപ്പുണ്ട് ഡൽഹിയിൽ. കഴിഞ്ഞ 2 ദിവസമായി തണുപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ മൂടൽമഞ്ഞുണ്ട്. നമുക്ക് കാണാം, പാർലമെന്റിന്റെ കെട്ടിടമാണ് ഈ കാണുന്നത്. അവ്യക്തമായി മാത്രമേ കാണുന്നുള്ളൂ. അത്രത്തോളം ശക്തമായ മൂടൽമഞ്ഞ് കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ ഉണ്ട്. ഇത് തണുപ്പിനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലിനീകരണവും വർദ്ധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചതിനേക്കാൾ കൂടുതൽ തണുപ്പ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നു എന്നാണ് ഡൽഹിയിൽ നിലവിലെ അവസ്ഥ. SK. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. കൂടുതൽ തണുപ്പടിച്ച് പ്രശ്നം ഉണ്ടാകാതെ അദ്ദേഹം കൂര അണയട്ടെ.